الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. أرحم الراحماയ മാലിക്കുൽ മുലൂക്കായ അല്ലാഹ്, മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഖുർആൻ ഷരീഫിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ഹലാലായ ഉദ്ദേശം നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് വെള്ളം തന്നത്? ആരാണ് നിങ്ങൾക്ക് ഭക്ഷണം തന്നത്? ആ ഭക്ഷണം തന്ന റബ്ബിനിക്ക് നിങ്ങൾ നന്ദി ചെയ്യുന്നില്ലയോ എന്ന് പരിശുദ്ധമായ സൂറത്തുൽ വാഖിയിൽ അല്ലാഹു നമ്മോട് ചോദിക്കുകയാണ്. പിന്നെയും അല്ലാഹു ചോദിക്കുന്നു, അഫറഅയ്തുമുൻ നാറല്ലത്തി തൂറൂൻ അഅൻതും അൻശഅതും ശജറതഹാ അം നഹ്നുൽ മുൻശിഊൻ നഹ്നു ജഅൽനാഹാ തദ്കിറതൻ വമതാഅൻ ലിൽമുഖ്വീൻ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം. അല്ലാഹു ചോദിക്കുന്നു, അഫറഅയ്തുമുൻ നാറല്ലത്തി തൂറൂൻ, നിങ്ങൾ വരസി കത്തിക്കുന്ന ആ തീനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം എന്താണ്? തീപ്പെട്ടികോൾ കൊണ്ട് അല്ലെങ്കിൽ ഇലകളപ്പ് കൊണ്ട് നിങ്ങൾ വരസി കത്തിക്കുന്ന തീയുണ്ടല്ലോ, ആ തീനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അഫറഅയ്തുമുൻ നാറല്ലത്തി, ഒരു തീനെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തരുക, നിങ്ങൾ അഭിപ്രായം എന്താണ്? തൂറൂൻ, നിങ്ങൾ കത്തിച്ചുകൊണ്ട് നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുന്നു, കുടിക്കാനുള്ള വെള്ളങ്ങൾ, ചായകൾ ഉണ്ടാക്കുന്നു, ആ തീനെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായം എന്താണ്? അൻതും അൻശഅതും ശജറതഹാ, ആ തീ കത്തിക്കാനുള്ള മരങ്ങളെ ഉണ്ടാക്കിയത് നിങ്ങളാണോ? ആ തീപ്പെട്ടിക്കോലുണ്ടല്ലോ, ആ മരത്തിനെ ഉണ്ടാക്കിയത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻശിഊൻ, അല്ല ഞങ്ങളാണോ? അല്ലാഹു തആല ചോദിക്കുന്നു, നിങ്ങൾ തീ പുരസികൊണ്ട് കത്തിക്കുന്ന ആ തീക്കോൾ കത്തിക്കുന്ന ആ കോളിന്റെ ആ മരത്തിനെ ഉണ്ടാക്കിയത് സൃഷ്ടിച്ചത് നിങ്ങളാണോ? അം നഹ്നുൽ മുൻശിഊൻ, അല്ല ഞങ്ങളാണോ? എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, നഹ്നു ജഅൽനാഹാ, ആ തീയെ ഞങ്ങളാക്കി തദ്കിറതൻ, ചിന്തിക്കുന്നവർക്ക് പാഠമുണ്ടാക്കി. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് പാഠം അതിലുണ്ട്. നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, ആ തീയെ ഞങ്ങൾ പാഠമാക്കി. മാത്രമല്ല വമതാഅൻ ലിൽ മുഖ്വീൻ, സഫർ പോകുന്ന ആളുകൾക്ക്, യാത്ര പോകുന്ന ആളുകൾക്ക്, മറുഭൂമിയിൽ പഴയ കാലത്ത് യാത്ര പോയിരുന്നു, ആ യാത്ര പോകുന്ന ആൾക്ക് വലിയ ഉപകാരമുള്ളതാക്കി. ആ മരത്തെ, നിങ്ങൾ തീ കത്തിക്കുന്ന മരമുണ്ടല്ലോ, നിങ്ങൾ വരസി കത്തിക്കുന്ന ആ തീക്കോൾ, ആ മരമുണ്ടല്ലോ, അത് ഞങ്ങളാണോ പടച്ചത്? അല്ല നിങ്ങളാണോ പടച്ചത്? അതിനെ ഞങ്ങള് ചിന്തിക്കുന്നവർക്ക്, മനസ്സിലാക്കുന്നവർക്ക് ഒരുപാട് പാഠമാക്കി. മാത്രമല്ല വമതാഅൻ ലിൽ മുഖ്വീൻ, യാത്ര പോകുന്ന ആൾക്ക് വലിയ ഉപകാരമുള്ളതുമാക്കി. എന്താണ് പറഞ്ഞത്? നിങ്ങൾ രാവിലെ എണിച്ച് നിങ്ങളെ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ തീ കത്തിക്കണമല്ലോ. ആ തീ കത്തിക്കുന്ന മരങ്ങളെ ഉണ്ടാക്കിയത് ഞങ്ങളാണോ നിങ്ങളാണോ? അല്ലാഹു തആല ചോദിക്കുന്നു. തീപ്പെട്ടി പഴയ കാലത്ത്, ഇത് ഇപ്പോഴും തീപ്പെട്ടി ഉണ്ടല്ലോ, ആ വരസി കത്തിക്കണമെങ്കിൽ എന്ത് വേണം? അതിൻ്റെ അടിസ്ഥാനം ആ ഒരു കോള് വേണം. ആ മരത്തിനെ ഉണ്ടാക്കിയത് നിങ്ങളാണോ ഞങ്ങളാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. പിന്നീട് അല്ലാഹു തആല പറയുന്നു, നഹ്നു ജഅൽനാഹാ, ആ തീക്കോൾ അല്ലെങ്കിൽ ആ തീയെ ഞങ്ങൾ ആക്കി, തദ്കിറതൻ, ഞങ്ങൾ പാഠമാക്കി. ലോകത്തുള്ള ജനങ്ങൾ ആ തീയെ, ജനങ്ങൾക്ക് ആ തീയെ ഞങ്ങൾ പാഠമാക്കി. എങ്ങനെയാണ് പാഠമാക്കിയത്? അല്ലാഹു തആല പറയുന്നു, ആ തീ ഒരുത്തന്റെ മനുഷ്യന്റെ ശരീരത്തിലേക്ക് സ്പർശിച്ചാൽ അപ്പോൾ തന്നെ ആ തീ അതിൻ്റെ പവർ എന്താക്കും? കാണിക്കും. ദുനിയാവിൻ്റെ തീ, ഈ നിലക്കുള്ള നമ്പരങ്ങളും വേദനകളും ദുനിയാവിൻ്റെ തീക്കുണ്ടെങ്കിൽ
നാളെ നരകത്തിന്റെ തീനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? നാറുക്കും ഹാദിഹില്ലത്തി യൂഖദുഹാ ബനു ആദം, ബനു ആദം ആ മനുഷ്യ സമൂഹം കത്തിച്ചുണ്ടാക്കുന്ന ഈ തീ ജുസ്ഉം മിൻ സബ്ഈന ജുസ്ഇൻ മിൻ ഹർരി ജഹന്നം, ജഹന്നമാകുന്ന നരകത്തിന്റെ 70 ചൂട്, ഒരു ചൂട് മാത്രമേ ദുനിയാവിന്റെ എല്ലാ തീകൾക്കും ഉള്ളത്. നരകത്തുള്ള 70 ഡിഗ്രി ചൂട് പവറുള്ള ആ നരകത്തിന്റെ ഒരു അംശം, ചെറിയ ഒരു അണു മാത്രമേ ദുനിയാവിന്റെ തീക്കുള്ള പവറുള്ളത്. ആ തീ തട്ടിയാൽ നമ്മുടെ ശരീരം കത്തിപ്പോകുന്നു, എവിടെയുള്ള സാധനങ്ങൾ കത്തിപ്പോകുന്നു. ഇന്നലെ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വെച്ച് വലിയ സമ്പത്താണ് നഷ്ടമായത്. ഒരുപാട് പീടികൾ തീ കത്തി നശിച്ചു പോയി. അപ്പൊ ആഖിറത്തിന്റെ നരകത്തിന്റെ തീന്റെ 70 പവർ ചെറിയ ഒരു അംശം മാത്രമേ, ആ 70-ൽ ഒരു ചെറിയ ഒരു ശതമാനം മാത്രമേ ദുനിയാവിന്റെ തീനിക്ക് പവറുള്ളൂ. ആ ദുനിയാവിന്റെ തീനിക്ക് ഇത്ര പവറുണ്ടെങ്കിൽ ആഖിറത്തിന്റെ തീനെ കുറിച്ച് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? അതാണ് ജനങ്ങൾക്ക് പാഠമുണ്ട് എന്ന് ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. നാറുക്കും ഹാദിഹില്ലത്തി യൂഖദുഹാ ബനി ആദം, മനുഷ്യ സമൂഹം ദുനിയാവിൽ കത്തിക്കുന്ന ഈ തീന്റെ പവർ ജുസ്ഉം മിൻ സബ്ഈന ജുസ്ഇൻ മിൻ ഹർരി ജഹന്നം, ജഹന്നമാകുന്ന ആ ചൂടാക്കപ്പെട്ട നരകത്തിന്റെ 70 ജുസ്ഇൽ ഒരു അംശം മാത്രമാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അത് മാത്രമല്ല, ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജിബ്രീൽ മീകായിൽ അലൈഹിസ്സലാമിനെ ഒരിക്കലും ഞാൻ ചിരിക്കുന്നതായിട്ട് കണ്ടിട്ടേയില്ല. ഒരിക്കലും മീകായിൽ അലൈഹിസ്സലാം ചിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മാ ലഹിക മീകായിലു, അതാ മീകായിൽ അലൈഹിസ്സലാം ചിരിച്ചിട്ടില്ല. മുൻസു ഖുലിഖത്തിൻ നാർ, നരകത്തെ അല്ലാഹു പടച്ചത് മുതൽ മീകായിൽ അലൈഹിസ്സലാം ഒരിക്കലും പോലും ചിരിച്ചിട്ടില്ല. കാരണം നരകത്തിന്റെ അദാബ് അത്രയും വലിയതാണ്. അതേപോലെ ഹബീബായ മുത്തുനബിന്റെ ഹദീസാണ്, നരകത്തിന്റെ തീയിൽ വെച്ച്, നരകത്തിന്റെ ചൂടിൽ വെച്ച്, ശിക്ഷയിൽ വെച്ച് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞെങ്കിൽ യുജ്അലു ലഹു നഅലാനി യുഗ്ലാ മിൻഹുമാ ദിമാഗുഹു ഫീ റഅസി, നരകത്തിന്റെ അദാബിൽ ഏറ്റവും ചെറിയത് അവനിക്ക് തീനാലുള്ള ചെരുപ്പ് ഉണ്ടാക്കും, അവന്റെ പാദം കാലിലേക്ക് ഇട്ട് കൊടുക്കും. നരകത്തിന് തീനാലുള്ള ചെരുപ്പ് ഇട്ട് കൊടുക്കും. അത് ചെറിയ ഒരു ശിക്ഷന്റെ ചെറിയ ഒരു ഭാഗമാണ്. ആ ഒരു ചെരുപ്പിടലോട് കൂടി തന്നെ അവന്റെ തലച്ചോറെന്താവും പൊട്ടിപ്പോകും. അത്രയും വലിയ അദാബാണ് അള്ളാഹുവിന്റെ നരകത്തിനേക്കുള്ളത്. അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതാണ് ഇതിൽ പാഠമുണ്ട് എന്ന് പറഞ്ഞത്. ഉപകാരമുണ്ട് ലിൽ മുഖ്വീന ലിൽ മുസാഫിരീന, സഫർ പോകുന്ന ആളുമാർക്ക്. പഴയ കാലത്ത് സഫർ പോകുന്ന ആളുമാർ അവരെ ഒട്ടകത്തിലും കുതിരയിലും സഫർ പോകുമ്പോൾ അവർ എത്രയോ 2, 3, 10 ദിവസം മറുഭൂമിയിൽ യാത്ര പോകും. ആ സമയത്ത് അതാ ഇപ്പോഴുള്ള തീപ്പെട്ടികൾ ഉണ്ടല്ലോ, അതിൻ്റെ ചപ്പെടുത്ത് വരസിയാൽ അതുകൊണ്ട് തീ ഉണ്ടാകും. അങ്ങനെ കത്തിയാൽ അവർ ഉണ്ടാക്കും, അതിൽ ഭക്ഷണം ഉണ്ടാക്കും. അതുകൊണ്ട് സഫർ പോകുന്നവർക്ക് വലിയ ഉപകാരവുമാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. ഒരുപാട് വിഷയങ്ങളും പറയാനുണ്ട്. പിന്നീട് അല്ലാഹു തആല പറയുന്നു, ഞാനാണ് നിങ്ങൾക്ക് ഭക്ഷണം തരുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നവൻ, ഞാനാണ് നിങ്ങൾക്ക് തീ തരുന്നവൻ, എല്ലാം തരുന്ന റബ്ബാകുന്ന എനിക്ക് ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, ഉന്നതമായ അല്ലാഹുവിൻ്റെ റബ്ബിൻ്റെ പേര് കൊണ്ട് ധാരാളം തസ്ബീഹ് ചൊല്ലുക, നിങ്ങൾ അല്ലാഹുവിനിക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്ന് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഈ നിഅമത്തിനെല്ലാം ഇത് എൻ്റെ പടി കൊണ്ടിട്ടോ, എൻ്റെ അധ്വാനം കൊണ്ടിട്ടോ, എൻ്റെ ബിസിനസ് കൊണ്ടോ കിട്ടിയതെന്ന് ആരും പറയണ്ട. എല്ലാം ഞാനാണ് സൃഷ്ടിച്ചത്, എല്ലാം ഞാനാണ് പടച്ചത്. ആ പടച്ച റബ്ബിനിക്ക് നിങ്ങൾ എന്തേ ശുക്ർ ചെയ്യുന്നില്ല? അല്ലാഹു തആല പറയുന്നു, ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അളീം, ഉന്നതമായ മഹത്തായ നിങ്ങൾക്കുള്ള റബ്ബിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാന റബ്ബിയൽ അഅ്ലാ വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ഇതുപോലെയുള്ള തസ്ബീഹുകൾ പറഞ്ഞ്, ദിക്റുകൾ പറഞ്ഞ് നിങ്ങൾ അല്ലാഹുവിനിക്ക് ശുക്ർ ചെയ്യുക എന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ,
നമുക്കിതുകൊണ്ട് മനസ്സിലാകുന്നത് എല്ലാ പ്രയാസം വരുമ്പോൾ, എല്ലാ ബുദ്ധിമുട്ട് വരുമ്പോൾ, ഏത് നിഅമത്ത് കിട്ടുമ്പോഴും ആ നിഅമത്ത് നഷ്ടപ്പെടുമ്പോഴും നാം റബ്ബിനേക്ക് ശുക്ർ ചെയ്യണം. അത് തസ്ബീഹാണ്, അത് ദിക്റാണ്, അത് സ്വലാത്താണ്, അത് നിസ്കാരമാണ്, അത് ശുക്രിന്റെ സുജൂദാണ്. ഇതാണ് അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മുഅ്മിനീങ്ങളെ, സൂറത്തുൽ വാഖിഅയുടെ വലിയ ഒരു ഭാഗം കഴിഞ്ഞു പോയി. ചെറിയൊരു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയുള്ള പ്രധാനപ്പെട്ട മുൻകഴിഞ്ഞ ഈ വിഷയങ്ങളെ ഒന്നും കൂടി അല്ലാഹു തആല ആഖിറത്തിനെ കുറിച്ച്, അതേപോലെ ഖിയാമത്ത് നാളിനെ കുറിച്ച് ഒന്നും കൂടി നമുക്ക് ഇനിയുള്ള വിഷയത്തിൽ നമുക്ക് ഓർമ്മപ്പെടുത്തി തരുകയാണ്. അർഹമുർ റഹീമായ അല്ലാഹുവേ, ഞങ്ങളെയൊക്കെ നീ ഖബൂലാക്കണം റഹ്മാനെ, നീ ഖബൂലാക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഖൽബിലുള്ള കിബ്ർ, ഹൃദയത്തിലുള്ള റിയാ എല്ലാം നീ എടുത്തു കളയണം റഹ്മാനെ. തവാദോടു കൂടി, താഴ്മയോടുകൂടി ജീവിക്കാനുള്ള സന്മനസ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ഭാര്യമാർക്കും ഞങ്ങളുടെ കുടുംബത്തിന് നീ നൽകണേ അല്ലാ. എല്ലാ ഫിത്നയിൽ നിന്ന്, എല്ലാ മുസീബത്തിൽ നിന്ന് മുസ്ലിം ഉമ്മത്തിനെ നീ കാക്കണേ റഹ്മാനെ, നീ കാക്കണേ റഹ്മാനെ. ഞങ്ങളെക്കാളും ചെറിയ ചെറിയ പ്രായമുള്ളവർ അല്ലാഹുവേ നിന്റെ ഹദ്റത്തിലേക്ക് എത്തിപ്പോയി അല്ലാ. വലിയ ഒരു ആയുസ് ഞങ്ങൾക്ക് നീ തന്നു കഴിഞ്ഞു അല്ലാ. ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ഒരു ഭാഗം മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയുള്ള ചെറിയ ഒരു നിമിഷങ്ങളിൽ നല്ല ഒരു ഇബാദത്ത് ചെയ്ത് നിന്നിലേക്ക് അടുക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഞങ്ങളെല്ലാ ചീത്തയായ, എല്ലാ വേണ്ടാത്ത സ്വഭാവത്തിൽ നിന്ന്, പ്രവർത്തനത്തിൽ നിന്ന് ദൂരം നിന്ന് റബ്ബാകുന്ന നിനക്ക് തഖ്വ ചെയ്ത് നിന്നെ പേടിച്ച് ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ ഹറാമിൽ നിന്ന് ഞങ്ങളെ നീ ദൂരീകരിക്കണേ അല്ലാ. ഈമാൻ ഊരിപ്പോകുന്ന, ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, മരിക്കുമ്പോൾ ഈമാൻ കിട്ടാതെ മരിച്ചു പോകുന്ന എല്ലാ പ്രവർത്തനത്തിൽ നിന്ന് പാവപ്പെട്ട് ഞങ്ങളെ നീ കാക്കണം റഹ്മാനെ, നീ കാക്കണം അല്ലാ. പടച്ചവനെ, പല സമയത്തും ഞങ്ങളെ ഹൃദയത്തിലും ഞങ്ങളെ നാവ് കൊണ്ട് പറയുമ്പോൾ പലതും ഗലത്തായി സംഭവിച്ചു പോകുന്നല്ല. എല്ലാം നീ മാഫ് ചെയ്യണേ അല്ലാ, നീ പുറത്തു തരണേ അല്ലാ. ഈമാനും തഖ്വയും തന്ന് മരിക്കുന്ന സമയത്ത് എല്ലാവരോടും വസിയത്ത് പറഞ്ഞ് അല്ലാഹുവേ ഒളു എടുത്ത് റബ്ബാകു നിനക്ക് 2 റക്അത്ത് നിസ്കരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമ ഷഹാദത്ത് ചൊല്ലി ജുമുഅ രാത്രിയോ പകലോ റമളാനിലായ റൂഹിനെ പിടിക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സ്വല്ലല്ലാഹു